നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇനോർഗാനിക് പോളിമേഴ്സ്. പോളിമേഴ്സ് എന്താണെന്ന് അറിയാം അല്ലേ? ഒന്നിലധികം യൂണിറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള ജയന്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുക. അപ്പോൾ ആ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ നമ്മൾ എന്ത് പറയും? റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആർ നോൺ ആസ് മോണോമേഴ്സ്. ഈ മോണോമേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? പോളിമേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പോളിമേഴ്സിലുള്ള അല്ലെങ്കിൽ ഈ മോണോമേഴ്സിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റിൽ ചിലപ്പോൾ കാർബൺ അല്ലാതെ വേറെ എലമെന്റ്സ് വരുമ്പോൾ അങ്ങനത്തെ പോളിമേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഓർഗാനിക് പോളിമർ. അതർ ദാൻ കാർബൺ അല്ലാതെ വേറെ എലമെന്റ്സ് വരുമ്പോൾ ആ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ആ എലമെന്റ്സ് കൂടി ഉള്ള പോളിമേഴ്സിനെ നമ്മൾ പറയുന്നതാണ് ഇൻഓർഗാനിക് പോളിമേഴ്സ്. അതിന് എക്സാമ്പിൾ ആയിട്ട് കുറെ എണ്ണം നമുക്ക് പറയാം. സിലിക്കേറ്റ്, സിലിക്കോൺ, ഫോസ്ഫസീൻ, സിയോലൈറ്റ് എല്ലാം ഇൻഓർഗാനിക് പോളിമേഴ്സിനുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, അതില് ആദ്യത്തെയാണ് സിലിക്കോൺസ്. ഇൻഓർഗാനിക് പോളിമേഴ്സിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സിലിക്കോൺസ്. സിലിക്കോൺസിൽ എന്താണുള്ളത്? സിലിക്കോൺസിൽ R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ്. ഇതാണ് ഇതിലത്തെ മോണോമർ. R2SiO യൂണിറ്റ് which is held together by SiO-Si linkage. R2SiO യൂണിറ്റുകൾ SiO-Si ലിങ്കേജ് വഴി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ത്? സിലിക്കോൺസ്. അതായത് സിലിക്കോൺസ് ആർ നോൺ ആസ് ഇൻഓർഗാനിക് പോളിമേഴ്സിലെ ആദ്യത്തെ നോക്കാം, സിലിക്കോൺസ്. These silicons are organosilicon polymers which are held together by R2Si, which are made up of R2SiO units held together by SiO-Si linkage. അതായത് സിലിക്കോൺസ് എന്ന് പറയുന്നത് എന്താണ്? They are organosilicon polymer. അതായത് ഓർഗാനിക് ആണ്, organosilicon polymer which consists of R2SiO repeating unit and it is held together by SiO-Si linkage. അപ്പോൾ എന്താണ് സിലിക്കോൺസ് പറയുന്നത്? ഓർഗാനോസിലിക്കൺ പോളിമർ ആണ്. അതിൽ R2SiO ആണ് അതിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് and these repeating units are held together by SiO-Si linkage. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ. ഒരു എന്താ പറയുക, ഇതിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. R2SiO, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ് ഓർഗാനോ സിലിക്കൺ പോളിമർ ആയിട്ടുള്ള സിലിക്കോൺസ്. അതിന്റെ ജനറൽ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. R എന്ന് പറയുന്നത് എന്താവും? ആൽക്കൈൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പുകളാവാം R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിലിക്കോൺസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത് ഇൻഓർഗാനിക് പോളിമറിൽ പഠിക്കാൻ പോണ ആദ്യത്തെ. അപ്പോൾ സിലിക്കോൺസ് ആർ ഓർഗാനോസിലിക്കൺ പോളിമേഴ്സ് which consist of R2SiO repeating unit which is held together by SiO-Si linkage. അതിന്റെ ജനറൽ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. R2SiO അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു പോളിമർ. അതിൽ R എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ആൽക്കൈൽ ഓർ
അരൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഇതിന്റെ ടൈപ്സ് നമുക്ക് നോക്കാം. പിന്നെ അതിലൊരു പോയിന്റ് കൂടി പറയാനുള്ളത്, ടെക്നിക്കലി സിലിക്കോൺസ് ആർ നോൺ ആസ് പോളി ഓർഗാനോ സിലിക്കോൺസ്. ടെക്നിക്കലി ഇതിനെ നമ്മൾ എന്താ പറയുക? പോളി ഓർഗാനോ സിലിയോക്സെയിൻസ് എന്നാണ് പറയുക. പോളി ഓർഗാനോ സിലോക്സെയിൻസ് എന്നാണ് ഇതിനെ നമ്മൾ പറയുക. പോളി ഓർഗാനോ സിലോക്സെയിൻസ് എന്നാണ് നമ്മൾ എന്തിനു പറയുന്ന പേര്? ടെക്നിക്കലി ദീസ് സിലിക്കോൺസ് ആർ നോൺ ആസ് പോളി ഓർഗാനോ സിലോക്സെയിൻസ്. ടെക്നിക്കൽ നെയിം ആണ്. ടെക്നിക്കലി സിലിക്കോൺസ് ആർ നോൺ ആസ് പോളി ഓർഗാനോ സിലോക്സെയിൻസ്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓർഗാനോ സിലിക്കൺ പോളിമർ ആണ്. Technically it is known as polyorganosiloxanes, and silicons are polymers, inorganic polymers, which is made up of R2SiO repeating unit held together by SiO-Si linkage. The general structure നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്സ് ആണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് സിലിക്കോൺസ്. ലീനിയർ സിലിക്കോൺസ് ഉണ്ട്, സൈക്ലിക് സിലിക്കോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് ഉണ്ട്. അപ്പൊ ലീനിയർ സിലിക്കോൺസ് നമുക്ക് എങ്ങനെ പറയാം? SiR2SiO, വീണ്ടും SiRR. It is classified as linear, cyclic and cross-linked based on structure. എങ്ങനെയാണ് ഈ R2SiO യൂണിറ്റുകൾ ലിങ്ക് ചെയ്തിട്ടുള്ളത്, അതിന്റെ നേച്ചർ അനുസരിച്ചിട്ട് ലീനിയർ, സൈക്ലിക്, ക്രോസ് ലിങ്ക്ഡ് എന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലീനിയറിൽ എങ്ങനെയാണ്? ഈ R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റ് ലീനിയർ ഫാഷനിൽ ലീനിയർ ആയിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പോകുന്നതാണ് എന്ത്? ലീനിയർ സിലിക്കോൺസ്. അപ്പൊ R2 ഇവിടെ നോക്കൂ, R2SiO വീണ്ടും അതിങ്ങനെ ലീനിയർ ഫാഷനിൽ ലിങ്ക് ചെയ്ത് പോകുന്നതാണ്. ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നതാണ് എന്ത്? ലീനിയർ. ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇതാണ് ലീനിയർ സിലിക്കോൺസ്. ഇനി സൈക്ലിക് എന്തായിരിക്കും? SiO 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 അങ്ങനെ. R2SiO ആണ്. അപ്പൊ ഇവിടെ R ഒന്നുകൂടി വരയ്ക്കാം. ഇപ്പൊ ഇത് ലീനിയർ നോക്കി സ്ട്രക്ചർ മനസ്സിലായി. ഇനി സൈക്ലിക് നോക്കാം. സൈക്ലിക്കില് SiO 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 Si. അത് ഇതാണ് സൈക്ലിക്. അതായത് R2SiO യൂണിറ്റുകൾ എങ്ങനെയാണ്? സൈക്ലിക് മാനറിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് സൈക്ലിക് സിലിക്കോൺസ്. ഇനി അടുത്തതാണ് ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നോക്കാം. ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ്. നമുക്ക് ആദ്യത്തെ ലെയറിൽ വീണ്ടും താഴത്തേക്ക് O
കണ്ടു. ഇതേപോലെ R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റുകളാണ്. R2SiO അത് ഇതേപോലെ ലീനിയർ ഫാഷനിൽ ഇടയിൽ ക്രോസ് ലിങ്കിങ് വരുന്നുണ്ട്. ഇടയിൽ ക്രോസ് ലിങ്കിങ് വരുന്നതാണ് എന്ത്? ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ്. ഓക്കെ, അപ്പൊ ഇതാണ് സിലിക്കോൺസ് എന്താന്ന് പറഞ്ഞു. അത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറലി R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റുകൾ, R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റുകൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്നതിന്റെ ബേസിൽ ലീനിയർ, സൈക്ലിക്കൽ, ക്രോസ് ലിങ്ക്ഡ് എന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൂന്നെണ്ണത്തിന്റെയും നമ്മൾ സ്ട്രക്ചർ നോക്കി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രിപ്പറേഷൻ ഓഫ് സിലിക്കോൺസ്. സിലിക്കോൺസിന്റെ പ്രിപ്പറേഷൻ നോക്കാം. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സിലിക്കോൺ is dialkyl or diaryl chlorosilanes. Starting material for the preparation of silicons is dialkyl or diaryl chlorosilanes. ഇനി ഈ dialkyl അല്ലെങ്കിൽ diaryl chlorosilanes എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. It is reacted by treating alkyl halide in presence of silicon. By treating alkyl halide and silicon in presence of a metal. മെറ്റലിന്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്ലോറോ സിലെയിൻസ് കിട്ടുന്നത്. എന്താ പറയാ, R2SiCl2 കിട്ടുന്നത്. ഇതാണ് ക്ലോറോസിലെയിൻസ്. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ക്ലോറോസിലെയിൻസ് ആർ പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് സിലിക്കൺ. By treating alkyl halide and silicon in presence of a metal catalyst. മെറ്റലിന്റെ പ്രസൻസിൽ, ഒരു മെറ്റലിന്റെ പ്രസൻസിൽ നോർമലി കോപ്പർ ആണ് ഉപയോഗിക്കുക. ഹൈ ടെമ്പറേച്ചറിൽ ആൽക്കൈൽ ഹാലൈഡിനെയും സിലിക്കണെയും റിയാക്ട് ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ, റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ക്ലോറോസിലെയിൻസ് ഉണ്ടാവും. ഇനി SiRCl ഇതാണ് ക്ലോറോസിലെയിൻസ്. These are chlorosilanes. ഈ ക്ലോറോസിലൈൻസിനെ ഹൈഡ്രോളിസിസ് നടത്തുക. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ that is the chemical reaction with water. On hydrolysis of chlorosilanes with water നമുക്ക് എന്താ കിട്ടുക? ഇതിലത്തെ ഓരോ സിലിനെയും റീപ്ലേസ് ചെയ്തിട്ട് OH വാട്ടർ മോളിക്യൂൾ വരും. സിലനോൾ കിട്ടും. അതായത് സിലിക്കൺ R ഉണ്ട്, OH, ഇവിടെയും OH പ്ലസ് 2HCl. ഇവിടുത്തെ വാട്ടർ എങ്ങനെയാ? ഇതിനെ നമുക്ക് ഒന്നുകൂടി എഴുതുകയാണെങ്കിൽ HOH എന്ന് എഴുതാം. അപ്പൊ ഈ OHഉം Hഉം Clഉം കൂടിയിട്ട് HCl ഇതാവും, ഇവിടൊക്കെ OH വരും. അതേപോലെ തന്നെ ഇവിടെയും Hഉം Clഉം കൂടിയിട്ട്, അതായത് വാട്ടറുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ H2O ആണ് വാട്ടർ അല്ലേ? വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. അപ്പൊ HOH എന്ന് എഴുതാം. അപ്പൊ ഇതിലത്തെ Hഉം Clഉം കൂടിയിട്ട് എന്തുണ്ടാവും? HCl ഇതാക്കി അവിടേക്ക് OH വരുന്നു. അപ്പൊ അതാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഹൈഡ്രോളിസിസ്, സെക്കൻഡ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? സിലനോൾ കിട്ടും. ഈ സിലനോൾ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇത് കണ്ടൻസേഷൻ നടന്നു കഴിഞ്ഞിട്ട് എന്ത് ഫോം ചെയ്യും? ഇതിന്റെ കണ്ടൻസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? സിലിക്കോൺ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഇസ് പ്രിപ്പറേഷൻ ഓഫ് സിലിക്കോൺസ് ആണ്. സിലിക്കോൺസ് ആർ പ്രിപ്പയർഡ് ബൈ ദ ഫ്രം ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഡൈആൽക്കൈൽ ഓർ ഡൈഅരൈൽ ക്ലോറോസിലെയിൻസ്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് ഡൈആൽക്കൈൽ അല്ലെങ്കിൽ ഡൈഅരൈൽ ക്ലോറോസിലെയിൻസ്. അപ്പൊ അതിന് ക്ലോറോസിലെയിൻസിനെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ആൽക്കൈൽ ഹാലൈഡും സിലിക്കണെയും ട്രീറ്റ് ചെയ്യിപ്പിക്കുക ഇൻ പ്രസൻസ് ഓഫ് എ മെറ്റൽ. റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഡൈആൽക്കൈൽ ഓർ ഡൈഅരൈൽ ക്ലോറോസിലെയിൻസ് കിട്ടും. ഇതിന്റെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ സിലനോൾ ഉണ്ടാവും. സിലനോൾ, ഈ സിലനോള് കണ്ടൻസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോൾ കണ്ടൻസേഷൻ നടന്ന്
സിലിക്കോൺസ് ഫോം ചെയ്യും. ഓക്കെ, അടുത്തതാണ് ടൈപ്സ് ഓഫ് സിലിക്കോൺസ്. സിലിക്കോൺസിനെ മൂന്ന് ടൈപ്പ് ഉണ്ട്. സിലിക്കോൺ ഫ്ലൂയിഡ്, സിലിക്കോൺ ഇലാസ്റ്റോമർ ആൻഡ് സിലിക്കോൺ റെസിൻ. സിലിക്കോൺ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടറി ലിക്വിഡ് ആണ്, അല്ലെങ്കിൽ വിസ്കസ് ആയിട്ടുള്ള ഓയിൽ ഗ്രീസ് പോലെയുള്ള ഫോമിലാണ്. ഫ്ലൂയിഡ് ആണ്, ഓൾമോസ്റ്റ് ഫ്ലൂയിഡ് ഫോമിലാണ്. ഒന്നില്ലെങ്കിൽ ഒരു ജെൽ വിസ്കസ് ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ വാട്ടറി ഫ്ലൂയിഡ് ആയിരിക്കാം. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സ്ട്രേറ്റ് ചെയിൻ പോളിമർ ആൻഡ് സൈക്ലിക് ടെട്രാമർ. സൈക്ലിക് ടെട്രാമറിന്റെയും അല്ലെങ്കിൽ സ്ട്രേറ്റ് ചെയിൻ പോളിമറിന്റെയും മിക്സ്ചർ ആണ്. നമ്മൾ സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് വരച്ചില്ലേ, 3 വരുന്നത്, അതേപോലെ സൈക്ലിക് ടെട്രാമറിന്റെയും അതേപോലെ സ്ട്രേറ്റ് ചെയിൻ പോളിമറിന്റെയും മിക്സ്ചർ ആണ്. 50 to 500 യൂണിറ്റ്സ് സ്ട്രേറ്റ് ചെയിൻ മോളിക്യൂൾസ് ഉണ്ടാവാം, 50 മുതൽ 500 യൂണിറ്റ് വരെ ഉണ്ടാവാം. അതേപോലെ തന്നെ സൈക്ലിക് ടെട്രാമേഴ്സിന്റെ ഒരു മിക്സ്ചർ ആണ് ഇത്. അപ്പൊ ഇതിന്റെ സൈസ്, ബോയിലിംഗ് പോയിന്റ്, വിസ്കോസിറ്റി ഒക്കെ ഇതിന്റെ ഈ കോമ്പോസിഷൻ മിക്സ്ചർ എങ്ങനെയാ, ആ മിക്സ്ചറിന്റെ കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഈ പോളിമറിന്റെ, അതായത് എത്രത്തോളം ചെറിയ 50 to 500 യൂണിറ്റ്സ് കമ്പൈൻ ചെയ്യാലോ, അതിന്റെ സൈസും അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്, വിസ്കോസിറ്റി ഒക്കെ ഇതിന്റെ കമ്പൈനിങ് യൂണിറ്റുകൾ എത്ര എണ്ണമാണ് അല്ലെങ്കിൽ എത്ര നമ്പർ ആണ് കമ്പൈൻ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വിസ്കോസിറ്റി. ഇപ്പൊ വിസ്കോസിറ്റിക്ക് ഒക്കെ കാരണം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ വിസ്കോസിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ അത് വാട്ടറി ലിക്വിഡ് ആയിരിക്കാം, ചിലപ്പോൾ വിസ്കസ് ആയിട്ടുള്ള ഓയിൽ ഗ്രീസ് ഒക്കെ, ഓയിൽ ഫോമിലോ അല്ലെങ്കിൽ ഗ്രീസ് ഒക്കെ ആയിട്ടായിരിക്കാം അതിന്റെ ഫോം. ചിലപ്പോൾ അത് വിസ്കോസിറ്റി കുറഞ്ഞതാണെങ്കിൽ അത് വാട്ടറി ലിക്വിഡ് ആയിരിക്കും. വിസ്കോസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് വിസ്കസ് ഓയിൽ ഗ്രീസ് ഫോമിലൊക്കെയാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക. എങ്ങനെ വന്നാലും സിലിക്കൺ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഫ്ലൂയിഡ് ടൈപ്പിലാണ്. ചിലപ്പോൾ വിസ്കോസിറ്റി കൂടിയിട്ടുള്ള പോളിമർ ആണെങ്കിൽ അത് ഓയിൽ ഫോമിൽ അല്ലെങ്കിൽ ഗ്രീസിന്റെ ഒക്കെ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സ്ട്രേറ്റ് ചെയിൻ പോളിമർ ആൻഡ് സൈക്ലിക് ടെട്രാമർ. അടുത്തതാണ് സിലിക്കോൺ ഇലാസ്റ്റോമർ. ഇത് ദേ ആർ സോളിഡ്സ് വിത്ത് ഹൈ മോളിക്കുലാർ മാസ്. ഇത് എന്താണ്, സിലിക്കോൺ ഇലാസ്റ്റോമർ എന്ന് പറയുന്നത് സോളിഡ്സ് ആണ്. ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ മോളിക്കുലാർ മാസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6000 to 6 lakh സിലിക്കൺ യൂണിറ്റ്. 6000 മുതൽ 6 ലക്ഷം വരെ സിലിക്കൺ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് സിലിക്കോൺ ഇലാസ്റ്റോമർ. അപ്പൊ ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലർ മെറ്റീരിയൽസ് ആയിട്ട് വൾക്കനൈസ്ഡ് റബ്ബർ, സിലിക്കൺ ഒക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വൾക്കനൈസ്ഡ് റബ്ബറോ അതേപോലെ സിലിക്കൺ ഒക്കെ അതിൽ ഫില്ലർ മെറ്റീരിയൽസ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ സിലിക്കോൺ റെസിനാണ് ക്രോസ് ലിങ്കിങ് ഉണ്ട്. അപ്പൊ ക്രോസ് ലിങ്കിങ്ങിന്റെ എന്താ പറയുക, എണ്ണം നമുക്ക് കൂട്ടാനും ഒക്കെ സിലിക്കോൺ റെസിൻ, അതായത് സിലിക്കോൺ റെസിന് പറ്റും. ക്രോസ് ലിങ്കിങ്ങിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റിഫ് ആയിട്ടുള്ള ഹാർഡർ മെറ്റീരിയൽ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിലിക്കോൺസിന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി വാട്ടർ റിപ്പല്ലന്റ് നേച്ചർ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് സിലിക്കോൺ ഫ്ലൂയിഡ്, ഇലാസ്റ്റോമർ, അതേപോലെ സിലിക്കോൺ റെസിൻ ഒക്കെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറയാം. ഓക്കെ.